KM മാണിയുടെ പ്രേതത്തെ പട്ടാപ്പകൽ പോലും പലരും കണ്ടു തുടങ്ങിയിരിക്കുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തുമായി പലരും കണ്ടതായും പലരുടെയും ഉറക്കം കെട്ടിരിക്കുന്നതായും പറയപ്പെടുന്നു. ബിജു രമേശ് നേതൃത്വം വഹിക്കുന്ന ബാർ ഉടമ അസോസിയേഷന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന ബജറ്റിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ചോർത്തി നൽകുകയും ബാറുകൾക്ക് ഉദാരമായി അനുകൂല നയങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യാമെന്ന ഉറപ്പിന്മേൽ 5 കോടി രൂപ കോഴ വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച് അന്നത്തെ ധനമന്ത്രി KM മാണിയുടെ രാജിക്കായി ഇടതുപക്ഷം നടത്തിയ സന്ധിയില്ലാ സമരവും നിയമസഭാ കയ്യാങ്കളിയും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നാണം കെട്ട നാളുകൾക്കാണ് സാക്ഷ്യം വഹിച്ചതെന്നോർത്താൽ ലജ്ജ കൊണ്ട് ആരും തലകുനിച്ചു പോകും. VS അച്യുതാനന്ദന്റെ ആശീർവാദത്തോടെ കിഫ്ബി ബ്രാൻഡ് അംബാസഡർ അഥവാ മൂന്നാർ ഐസക്, ഇടതുപക്ഷ സൈദ്ധാന്തിക ശിരോമണി MA ബേബി, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത വക എന്ന് സ്വപ്ന സർട്ടിഫൈ ചെയ്ത കടകംപള്ളി, സാക്ഷാൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ തുടങ്ങിയവരുടെ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയിൽ നാലക്കം കൂട്ടി വായിക്കാൻ ഇനിയും അറിയാത്ത ശിവൻകുട്ടി മേശമേൽ താണ്ഡവമാടി മൂർച്ഛിച്ചു വീണ, ഭാരോദ്വഹനത്തിൽ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ ജേതാവ് EP ജയരാജൻ സ്പീക്കറുടെ ചെയർ പൊക്കി നിലത്തടിച്ച് വീണ്ടും വിന്നറായ 2015 ആറന്മുള MLA ശിവദാസൻ നായർക്ക് നിയമസഭയ്ക്കകത്ത് വെച്ച് പേപ്പട്ടികടിയേറ്റ, പീരുമേട് MLA ബിജി മോളും ഷിബു ബേബി മോനും റൊമാന്റിക് ജോഡികളായി തകർത്താടിയ 2015, കമ്പ്യൂട്ടർ ഉൾപ്പെടെ 2.5 ലക്ഷം വരുന്ന ജംഗമ വസ്തുക്കൾ തല്ലിത്തകർത്ത 2015. വെഞ്ഞാറുമൂട് പറയും പോലെ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. KM മാണി ഗോ ബാക്ക്, കോഴമാണി രാജിവെക്കുക, കോഴമാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല, കോഴപ്പണമെണ്ണാൻ നോട്ടെണ്ണൽ മെഷീൻ വിലയ്ക്ക് വാങ്ങിയ മാണിയെ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നരകമാണ് കാത്തിരിക്കുന്നത് എന്ന ആമുഖ പ്രഭാഷണത്തോടെ കേരള നിയമസഭ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള കലാകായിക മാമാങ്കം VS ഉദ്ഘാടനം ചെയ്ത 2015 നവംബറിന്റെ നഷ്ടം എങ്ങനെ നീ മറക്കും? 1 പതിറ്റാണ്ട് പഴക്കമുള്ള ഈ പഴങ്കഥയ്ക്ക് എന്താണ് ഇവിടെ പ്രസക്തി എന്നല്ലേ അതാണ് അറിയേണ്ടത്. KM മാണിയുടെയും KPAC ലളിതയുടെയും പ്രേതങ്ങളെ പട്ടാപ്പകൽ പോലും പലരും കാണാൻ തുടങ്ങിയിരിക്കുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തുമായി പലരും കണ്ടതായി പറയപ്പെടുന്നു. പലരുടെയും ഉറക്കം കെട്ടിരിക്കുന്നു. പ്രേതത്തെ കണ്ട ആദ്യ എക്സൈറ്റഡ് ആയ എക്സൈസ് മന്ത്രി MB രാജേഷ് പേടിപ്പനി പിടിച്ച് രാജ്യം തന്നെ വിട്ടിരിക്കുന്നുവെന്നാണ് അറിയുന്നത്. ഫ്രാൻസ്, ബെൽജിയം, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഉല്ലാസയാത്ര കഴിയുമ്പോഴേക്ക് മുഖ്യനും ഗോവിന്ദനും EP-യും ശ്രീമതിയും ഒക്കെ ചേർന്ന് ചാനൽ ചർച്ചാ തൊഴിലാളികളുടെയും പോരാളി ഷാജിമാരുടെ ഒത്താശയോടെ പ്രേതത്തെ ഉച്ചാടനം ചെയ്തിരിക്കും എന്ന പ്രതീക്ഷയിലാണ് രാജേഷ് അവർകൾ. പ്രേതബാധ ആദ്യമായി ഉണ്ടായതാകട്ടെ ഒരു അശരീരി രൂപത്തിലാണ് പോലും. അതാകട്ടെ അനിമോൻ എന്ന നാമധാരിയായ ഒരു ബാർ ഉടമയുടെ മൊബൈലിൽ നിന്നും. കേട്ട പാതി കേൾക്കാത്ത പാതി VD സതീശൻ, ചെന്നിത്തല ഉൾപ്പെടെ കോൺഗ്രസ് പട സർവായുധ വർഗം ധരിച്ച് പ്രേതത്തെ ആവാഹിക്കാനും ഉച്ചാടനം ചെയ്യാനും തളയ്ക്കാനും ഇറങ്ങിയിട്ടുണ്ട്. അനിൽകുമാർ, അരുൺകുമാർ, VPP മുസ്തഫ, SK സജീഷ് തുടങ്ങിയ ചർച്ചാ തൊഴിലാളികളും ഗോവിന്ദൻ പ്രകാശൻ തുടങ്ങിയ മാഷന്മാരും മണ്ടത്തരങ്ങളുടെയും കള്ളത്തരങ്ങളുടെയും ബോംബുകളുമായി എല്ലാറ്റിന്റെയും മാസ്റ്റർ ബ്രെയിൻസായ മാമനും മരുമോനും സംരക്ഷണ കവചം ഒരുക്കി രംഗത്തുണ്ടെന്നതാണ് ഏക ആശ്വാസം. ബാർകോഴി ആരോപണത്തിന്റെ പേരിൽ നിയമസഭ തല്ലിത്തകർത്ത KM മാണിയുടെ പേരും പൊതുജീവിതവും നാമാവിശേഷമാക്കിയ LDF മാണിയുടെ മരണശേഷം കുഞ്ഞുമാണിയെ AKG സെന്ററിലെത്തിച്ച് ജ്ഞാനസ്നാനം ചെയ്യിച്ചതിലൂടെ ജോസുമോനും മാനസാന്തരവും പൊതുജീവനം ലഭിച്ചെന്ന് മാത്രമല്ല അപ്പൻ മാണി വിശുദ്ധമാണിയായി വാഴ്ത്തപ്പെട്ടവനുമായി പ്രതിമയും സ്മാരകവും തീർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ മാണിയുടെ ആത്മാവ് ശാന്തി കിട്ടാതെ പ്രതികാരദാഹിയായി അലയുകയാണെന്നതിന്റെ തെളിവല്ലേ ഇപ്പോൾ നാം മൊബൈൽ അശരീരിയിലൂടെ കേട്ടിരിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ? ഏതെങ്കിലും അന്തങ്ങൾക്കുണ്ടെങ്കിൽ ഇതാ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമോ? അല്ല, ഒരൊറ്റ ചോദ്യം മതി. യെസ് ഓർ നോ. മാണി അഴിമതിക്കാരനായിരുന്നു? മേൽപ്പറഞ്ഞ മാഷന്മാരോ അന്തങ്ങളോ ആരും യെസ്സും പറയുന്നില്ല, നോയും പറയുന്നില്ല. ഒന്നേ പറയുന്നുള്ളൂ, അന്വേഷണം നടക്കുകയല്ലേ. എന്തന്വേഷണം? ആര് നടത്തുന്നു? 10 കൊല്ലത്തിലധികമായിട്ട് അങ്ങനെ നീളുകയല്ലേ. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ ഡാഷിലെ വാഴനാര് പോലെ. അല്ല, ഇവറ്റകൾ എങ്ങനെ ഉത്തരം പറയും? കുഞ്ഞുമാണിയെ വിളിച്ചു കയറ്റി തടുക്കിട്ട് AKG സെന്ററിന്റെ ഉമ്മറത്തിരുത്തി ോടെ മാണി സാറിനെ കഴിച്ചിട്ടിറക്കാനോ മതിരിച്ചിട്ട് തുപ്പാനോ വയ്യാത്ത സ്ഥിതിയായി. മാണി കള്ളനായിരുന്നു എന്ന് കുഞ്ഞുമാണിയെ കൂടെയിരുത്തിക്കൊണ്ട് എങ്ങനെ പറയും? പുണ്യാളനായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ നടത്തിയ നിയമസഭാ കലാപത്തെ തള്ളിപ്പറയാൻ ഇനിയെങ്കിലും തയ്യാറാണോ എന്ന് ചോദ്യം വരും. അതിനെന്തുത്തരം പറയും? തിലകൻ പറഞ്ഞ പോലെ എല്ലാ വിഡ്ഢികളും ബബ്ബ വെച്ചങ്ങനെ വായും തുറന്നുള്ള ആ ഇരിപ്പ് അത് കലക്കി. മദ്യ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരിക എന്ന സതുദ്ദേശത്തോടെ ഉമ്മൻചാണ്ടി സർക്കാർ കൈക്കൊണ്ട നയത്തിന്റെ ഭാഗമായി 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ ലൈസൻസ് നൽകുക എന്ന തീരുമാനമെടുത്തു. 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലുകൾ കൂടി ലൈസൻസ് തരപ്പെടുത്തി തരാമെന്ന രഹസ്യധാരണയിൽ ബാർ ഉടമ അസോസിയേഷനിൽ നിന്ന് 5 കോടി രൂപ കൈപ്പറ്റി എന്നതായിരുന്നു മാണിക്കെതിരെയുള്ള ആരോപണം. ആരോപണം ഉന്നയിച്ച ബിജു രമേശിനാകട്ടെ 8 ബാറുകൾക്കാണ് അനുമതി നിഷേധിക്കപ്പെട്ടതെന്നും അതിൽ നിന്നുള്ള ഇച്ഛാഭംഗമാണ് വ്യാജ ആരോപണത്തിനാളെ പ്രേരിപ്പിച്ചതെന്നുമായിരുന്നു അന്നത്തെ UDF പ്രത്യാരോപണം. അന്നും ഇന്നും അശരീരി ഉണ്ടായിരിക്കുന്നത് അനിമോൻ എന്ന ബാറുടമയിൽ നിന്നാണ് എന്നതാണ് രസം. അന്നും അയാളുടെ ശബ്ദ സന്ദേശമായിരുന്നു വൈറലായത്. ഈ ആരോപണ പ്രത്യാരോപണങ്ങളിലെ ഒക്കെ വസ്തുത എന്താണെന്ന് തമ്പുരാൻ അറിയാം.
മാണിപ്രേതം മാത്രമല്ല KPC ലളിത ചേച്ചിയുടെ ആത്മാവും ഗതികിട്ടാപ്രേതമായി പ്രതികാരദാഹിയായി അലയുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. മദ്യനിരോധനമായാലും മദ്യവർജനമായാലും ഘട്ടം ഘട്ടമായി ഇതിന്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ബാറുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന UDF നയം തുടരുമെന്ന ഇടതിന്റെ വാക്കുകൾ വിശ്വസിപ്പിച്ച് കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് LDF മുന്നണി. കൂടാതെ മദ്യപരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക, നിങ്ങളുടെ വോട്ട് LDFന് തന്നെ നൽകുക എന്ന് തന്നെ കൊണ്ട് പച്ചക്കള്ളം പറയിപ്പിച്ച് സമൂഹത്തിൽ തന്റെ പ്രതിച്ഛായ തകർത്തതിനെ പിണറായിയോടും കൂട്ടരോടും പ്രതികാരം ചെയ്തിട്ടേ അടങ്ങൂ എന്ന വാശിയിലാണ് അവർ. ലളിത ചേച്ചിയുടെ വാക്ക് വിശ്വസിപ്പിച്ച് വോട്ട് നേടി അധികാരത്തിലെത്തി വീരപ്പനും കൂട്ടരും ആദ്യം ചെയ്തത് എന്താ? മുൻ സർക്കാർ പൂട്ടി 669 ബാറുകൾ തുറന്നു കൊടുക്കുകയല്ലേ. അപ്പൊ പിന്നെ ലളിത ചേച്ചി പറയുന്നതിലും ഇല്ലേ ഒരു ന്യായം? മാണി പണം വാങ്ങിയിട്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നില്ല എന്നതിന്റെ പേരിലാണ് അനുമോന്റെ അശരീരിയുമായി ബിജു രമേശ് ആരോപണം ഉന്നയിച്ചതെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നടത്തിക്കിട്ടാൻ ബാറന്മാർ ഓരോരുത്തരും 2.5 ലക്ഷം വീതം നൽകണമെന്നുള്ള അനുമോന്റെ അന്ത്യശാസനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഒരൊറ്റ അക്ഷരത്തിന്റെ വ്യത്യാസം. അത് UDF, ഇത് LDF. യുവിന് പകരം L, അത്ര തന്നെ. പഴയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ. ജോസുമോനോടാണ് ശരിക്കും ഒരു ചോദ്യമുള്ളത്. എടോ, തനിക്ക് ഉളുപ്പുണ്ടോ? ഗതി കിട്ടാതെ അലയുന്ന അപ്പന്റെ ആത്മാവിനെ സ്വസ്ഥമാക്കാനുള്ള ഉത്തരവാദിത്തം താങ്കൾക്കല്ലേ? ഇതാണ് സുപ്രസാദകാലം പറ്റിയ സമയം. ബാർക്കോഴ ആരോപണമെന്ന തീരാക്കളങ്കം ചാർത്തി അപ്പന്റെ പൊതുജീവിതം തകർത്തതിലൂടെയും ഡൽഹി എയർപോർട്ടിലെ ബാത്റൂമിലേക്ക് വിളിച്ചു കയറ്റി വദനസുരത കേളിയാടി തന്റെ ലൈംഗിക ദാരിദ്ര്യത്തെ ശമനം വരുത്തി എന്ന് പതിവ്രതാരത്നം സരിതാമണിയെ കൊണ്ട് തനിക്കെതിരെ കള്ളക്കേസ് കൊടുപ്പിച്ചതിലൂടെയും കേരള കോൺഗ്രസിൽ നിന്നും മാണി ഗ്രൂപ്പിനെ അടർത്തിയെടുത്ത് ചൊൽപ്പടിയിലാക്കുക അഥവാ വെടക്കാക്കി തനിക്കാക്കുക എന്ന അജണ്ടയുടെ ചൂണ്ടയിലാണ് കുഞ്ഞുമാണി അന്ന് കുത്തിപ്പോയത്. പക്ഷെ ഇന്നിപ്പോഴെങ്കിലും മുടിയനായ പുത്രനുണ്ടായതുപോലെ ജോസുമോനും വീണ്ടും വിചാരം ഉണ്ടാകേണ്ടതാണ്. മോൻ വിചാരിച്ചാൽ ഇനിയെങ്കിലും അപ്പന്റെ ആത്മാവിനെ സ്വസ്ഥമാക്കാം. ചിന്തിക്കുക.